5 മണിക്കൂർ ലേറ്റായിട്ട് ഓടുന്ന ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിനാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ലാസ്റ്റ് ഭാഗം കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ടിൻ്റെ ലാസ്റ്റ് ഭാഗം കണ്ടില്ലേ, വേഗം കണ്ടു. നമ്മൾ 2 വണ്ടി കയറി ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവർടേക്ക് അടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. നമ്മളിപ്പം മഹാരാഷ്ട്രയൊക്കെ ആവുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഭയങ്കര തേപ്പാണ്. വണ്ടി ജബൽപൂരിനടുത്ത് തന്നെ ഏകദേശം ഒരു 15 എടുക്കേണ്ട വണ്ടിയാണ്. എടുത്ത് തന്നെ 1:45 ആയപ്പോഴാണ് എടുത്തത്. പോരെ രാത്രിയിൽ അതുപോലെ തേപ്പ് കെട്ടി എപ്പോഴും ലേറ്റായിട്ട് പോകുന്ന ഒരു ദുരിതം പിടിച്ച വണ്ടിയാണ് ഈ കാണുന്ന ജബൽപൂർ കോയമ്പത്തൂർ. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭുസാവലിന് മുമ്പുള്ള വഗോഡ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ട് നമ്മളെ ജലം എക്സ്പ്രസ്സും പൂനെ പോകുന്ന ഒരു ജലം എക്സ്പ്രസ് എന്ന ട്രെയിനും പിന്നെ ബാംഗ്ലൂർ വന്ന കർണാടക എക്സ്പ്രസ്സും നമ്മളെ കയറി ഓവർടേക്ക് അടിച്ചു. ഇനി ഏതിൽ വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ഓവർടേക്ക് അടിച്ചപ്പോൾ 5 മണിക്കൂർ ലേറ്റായി. നേരത്തെ 3.25 മണിക്കൂറായിരുന്നു ലേറ്റ്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ റെയിൽവേ കയറിയായിരുന്നു. ഞാൻ പറഞ്ഞ കറക്റ്റ് കാര്യമല്ലേ, സെൻട്രൽ റെയിൽവേ കയറിയപ്പോഴാണ് ഈ തേപ്പ് കിട്ടാൻ തുടങ്ങിയത്. ഇവരാണ് ഈ വണ്ടീനെ ലേറ്റ് ആക്കി വിടുന്നത്. കഴിഞ്ഞ റണ്ണിങ് സ്റ്റാറ്റസും അതിന് മുന്നത്തെ റണ്ണിങ് സ്റ്റാറ്റസൊക്കെ നോക്കിയാൽ മതി. സെൻട്രൽ റെയിൽവേയിൽ കയറുമ്പോഴാണ് ഈ വണ്ടി മെയിനായിട്ട് ലേറ്റ് ആവുന്നത്. ആ കർണാടക എക്സ്പ്രസ് പോയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആവുന്നു. ഇതുവരെ എടുത്തിട്ടില്ല. ഒരു 2 സ്റ്റേഷൻ പുറകിൽ പുഷ്പക എക്സ്പ്രസ്സിന് തന്നെ വണ്ടിയുണ്ട്, ലക്നൗന്ന് മുംബൈക്ക് പോകുന്നത്. അത് മിക്കവാറും കയറാൻ ചാൻസ് ഉണ്ട്. ലിസ്റ്റിലൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഇപ്പോൾ കയറിപ്പോയത്. ജയ്പൂർ ഹൈദരാബാദ് സൂപ്പർ ഫാസ്റ്റ്. ഇത് ഭുസാവൽ ബൈപ്പാസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. ഹൈദരാബാദ് പോകുന്നതാണ്. അതാണ് ഇപ്പം കയറിപ്പോയത്. അപ്പോൾ 3ാമത്തെ ഓവർടേക്കായി. അപ്പോൾ മിക്കവാറും പുഷ്പകം കയറിപ്പോകും. പുഷ്പകം പുറകിലുണ്ട്. ആ പുഷ്പക എക്സ്പ്രസ് കയറിപ്പോയില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നമ്മളെടുത്ത്. അത് കണ്ട് തൊട്ട് പറയുന്ന സ്റ്റേഷനായപ്പോൾ നമ്മളെടുത്ത്. അത് കയറി പോകും. പക്ഷേ ഒരു കുറച്ച് ഗ്യാപ്പ് ഇനി നമ്മളുമായിട്ട് കാണും. ഇനി പുഷ്പക എക്സ്പ്രസ് എന്തായാലും കയറി പോകും കേട്ടോ. അത് കയറി പോകാണ്ടിരിക്കത്തില്ല. അത് കയറി പോകും. ഒന്നെങ്കിൽ ഭുസാവൽ വെച്ചായിരിക്കും, അല്ല അതിന് മുന്നേ എവിടെയെങ്കിലും വെച്ച് എന്തായാലും കയറി പോകും. ഈ പുഷ്പകം മാത്രമല്ല, അതിൻ്റെ പുറകിൽ വേറെ 2-3 ഉണ്ട്. ഹരിദ്വാർ, മുംബൈ LTT AC, പിന്നെ ഏതാണ് എല്ലാം മുംബൈ പോകുന്ന വണ്ടികളാണ്. എന്തുവാ അല്ലേ, അതിനിടയ്ക്കാണ് ഈ സാധനം പോകുന്നത്. ഇതാവാണെ പോകത്തുമില്ല. ഇതാണ് 90 ഇതിൻ്റെ സ്പീഡ്. ഇങ്ങനെ ഉരുട്ടി പോകും. മറ്റേ വണ്ടിയുടെയൊക്കെ സ്പീഡ് 110 വരെ. നമ്മളങ്ങനെ ഭുസാവൽ എത്തുവാണ്. ഭുസാവൽ ഇലക്ട്രിക് ലോക്കോ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 1:30 ആയിരുന്നു കേട്ടോ. വാസ്കോന്ന് ഡൽഹിക്ക് വന്ന ഗോവ എക്സ്പ്രസ് ആണ് ഇപ്പം അങ്ങോട്ട് പോയത് കേട്ടോ. ഹൈദരാബാദ് പിന്നെ നാന്ദേഡ് ഭാഗത്തേക്കൊക്കെ ലൈനൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നൊരു സ്ഥലം കൂടാണ് ഈ ഭുസാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയാൽ എനിക്ക് ഈ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. രണ്ടൊരു WDG-3A മറ്റേ ഷണ്ടിങ് ലോക്കോമോട്ടീവിൻ്റെ ലിവറിയിലുള്ളൊരു WDG-3A ഉണ്ടോ. ഇത് കുർള ഷെഡിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഭുസാവലിൻ്റെ ഇലക്ട്രിക് ലോക്കോസ് നടക്കുന്നുണ്ടോ. ഇവിടെ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവരുടെ കയ്യിൽ WP4, WEG9 അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു 4D കിടക്കുന്നു കേട്ടോ. പൂനെയുടെ 4D ഉള്ളതുകൊണ്ട് 40576. അങ്ങനെ നമ്മൾ ഭുസാവൽ ജംഗ്ഷനിലേക്ക് കണ്ട് കയറിയിരിക്കുകയാണ്. സെൻട്രൽ റെയിൽവേയുടെ ഭുസാവൽ ഡിവിഷനാണിത് കേട്ടോ. ഇത് ഏതാ, വൽസാദ് ഹരിദ്വാർ എക്സ്പ്രസ് കേട്ടോ. അതാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയുള്ളൂ. വൽസാദ് ഹരിദ്വാർ എക്സ്പ്രസ്. വൽസാദ് ഹരിദ്വാർ അല്ല, അതിൻ്റെ ബോർഡ് മാറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഉദ്ന ദാനാപൂർ അതാണ് കേട്ടോ. സൂറത്തില്ലേ, സൂറത്തുനിന്ന് പട്നയ്ക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് കിടക്കണേ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. ഇറ്റാർസിൽ നിന്ന് കയറിയ ക്രൂ ആയിരിക്കും മിക്കവാറും ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ സമയം എടുക്കും എന്തായാലും വണ്ടി വിടാൻ. നമുക്ക് നേരത്തെ പണി തരാൻ പോയ പുഷ്പക
വരെ ആള് നോക്ക്. സ്വാഭാവിക ലക്നൗ വരുന്ന വണ്ടിയില്ലേ, ഓ വൻ ശോകം കേട്ടോ ഈ വണ്ടി. ബീഹാർ വണ്ടി കേട്ടോ ശോകം. എന്റെ ദൈവമേ, എങ്ങോട്ടാണ് ഇതെല്ലാം കൂടി എനിക്കറിയാൻ പാടില്ല. ഇതാണ് പുഷ്പക് എക്സ്പ്രസ് കേട്ടോ. അപ്പൊ ഇത് കയറി പോയിട്ടായിരിക്കും നമ്മളിനി പോകുന്നത്. നമ്മൾ ആദ്യം വിട്ടത് കേട്ടോ, അത് വിട്ടില്ല, നമ്മള് വിട്ടു കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളങ്ങനെ ഭുസാവലിന് വിട്ടേ. ഇത് എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഇതിൽ കയറാൻ ആൾക്കാരുണ്ട്, അതല്ലേ. ഇപ്പോഴും ആൾക്കാർ കയറി ഫുള്ളായിട്ടുണ്ട്. ഞാനാണ് ഉച്ചയ്ക്ക് ഭുസാവലിൽ നിന്നും ഒരു ബിരിയാണി പറഞ്ഞാണേ. ഇത് കണ്ടോ നിങ്ങൾ, സാധനം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇത് കണ്ടോ, ഭയങ്കര കളർഫുൾ ചോറൊക്കെ ആയിട്ട്. ഇത് കണ്ടോ, എന്തൊക്കെ സാധനം വേണോ ദൈവമേ. നമ്മുടെ വണ്ടി ഇപ്പോൾ ജൽഗാവ് സ്കിപ്പ് അടിക്കാൻ പോകാൻ തോന്നുന്നു. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഈ വണ്ടിക്ക് ഇനി നാസിക്കിലെ സ്റ്റോപ്പുള്ളൂ. നാസിക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അത് കഴിഞ്ഞ പിന്നെ അവിടെ സ്റ്റോപ്പ് എന്നറിയോ, പനവേൽ പോരെ. നാസിക്കിനിടയ്ക്കുള്ള മറ്റേ ഇഗത്പുരി ഇല്ല, കല്യാണില്ല, അവിടെ ഒന്നും സ്റ്റോപ്പില്ല. നേരെ പൻവേൽ മംഗളയ്ക്ക് പോലും അതിനിടയ്ക്ക് സ്റ്റോപ്പുണ്ട്. ഇത് അന്നേരം കൊള്ളാം ശരിക്കും പറഞ്ഞാൽ. ഇത് ഈ വണ്ടി പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ടൈം ടേബിളിൽ ഓടുമ്പോൾ അടിപൊളി റണ്ണായിരിക്കും. ലൂപ്പ് ട്രാക്കിലൊന്നുമില്ല, മെയിൻ ട്രാക്കിൽ തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് സിഗ്നൽ എന്തോ കിടക്കുമെന്ന് തോന്നുന്നു. വണ്ടി പിടിക്കുകയാണ്. ഇവിടെ ചവിട്ടി കേട്ടോ എനിക്ക്. പക്ഷേ ഓവർടേക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ അജന്ത കേവ്സ് ഒക്കെ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. മംഗളയ്ക്കൊന്നും പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ. മംഗളയ്ക്ക് ഇവിടെ ഭുസാവലിട്ടപ്പോൾ മന്മടങ്ങാണ്ടല്ലോ സ്റ്റോപ്പ്. ഏതൊരു വണ്ടി പീസം വെച്ച് വരുന്നുണ്ട്, നോക്കാം ഏതാന്നേ. ഇതും പുഷ്പക് എക്സ്പ്രസ് കേട്ടോ. മുംബൈയിൽ നിന്ന് ഗോമതി നഗർ പോകുന്ന പുഷ്പക് എക്സ്പ്രസ്. നമ്മൾ നേരത്തെ കണ്ടത് ഗോമതി നഗറിൽ നിന്ന് മുംബൈക്ക് പോകുന്ന പുഷ്പക് എക്സ്പ്രസ്. ഭയങ്കര ഫേമസ് വണ്ടി എടുത്തത് പുഷ്പക് എക്സ്പ്രസ്. ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയത്. ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആയപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ ആൾക്കാർ കയറി മൊത്തം ഇപ്പം കച്ചറയാക്കുന്നുണ്ട്. എ സിയിൽ കുറേ പേര് കയറിയിട്ട് ഭയങ്കര അലമ്പാണ് എല്ലാം കൂടിയിട്ട്. അറിയാമല്ലോ മഹാരാഷ്ട്ര ആൾക്കാർ, ചില ആൾക്കാരൊക്കെ ഭയങ്കര ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവമാണ്. എല്ലാവരെയും അല്ല കുറ്റം പറയുന്നുണ്ട്, ഇനി അതും ഇതും പറയരുത്. ഈ ജൽഗാവ് നിന്നും നാസിക് റോഡ് വരെ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ എടുക്കും. 233 കിലോമീറ്ററാണ് ശരിക്കും ഉള്ളത്. നമ്മളൊരു 2.5 അടുപ്പിച്ച് വിട്ടു. അപ്പോൾ 3.5, 5.5 റേഞ്ചിൽ ഒക്കെ ആയിരിക്കും നമ്മൾ എത്തുന്നത്. ചിലപ്പോൾ 6 മണി 6:30 ആവും, നോക്കാം. നമ്മുടെ വണ്ടി ഇപ്പോൾ വെറും 6 മണിക്കൂർ ഡിലേ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ മഹേജിയിൽ നിന്നൊരു സ്റ്റേഷനിൽ ഒതുക്കിയിട്ടുണ്ട്. പുറയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പുഷ്പക് എക്സ്പ്രസ് ഇപ്പോൾ ഓവർടേക്ക് അടിച്ചു പോകും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മിക്കവാറും ഒരു കൂട്ടം ഓവർടേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പുറയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ മുംബൈ LTT പോകുന്ന AC സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ഹരിദ്വാറിൽ നിന്ന് വരുന്നത്. അതിൻ്റെ പുറയിൽ ഒരു ഗോരഖ്പൂർ വണ്ടിയുണ്ട്, അതുകൊണ്ട് മറ്റേ പുഷ്പക് വരുന്നുണ്ട്. നെക്സ്റ്റ് വണ്ടി വരുന്നുണ്ട് ഹരിദ്വാർ മുംബൈ LTT AC സൂപ്പർ ഫാസ്റ്റ്. ഈയിടെ പൂനെ നിന്നും വാരണാസിയിലേക്ക് ഒരു അമൃത ഭാരത് തുടങ്ങിയേ, കാണിച്ചു തരാം. ഏതാണ്ട് ഇത് വരുന്നത് കോമഡിയാണ്, കണ്ടോണേ. അതിൻ്റെ അമൃത ഭാരത് ലോക്കോ ഓണാണ്, ജീനെ ലോക്കോ ഓണാണ്. ഇതിൽ ഏത് ലോക്കോ ആണ് വർക്ക് ചെയ്യുന്ന ആർക്കറിയാം. നമ്മളെ ഓട്ടോ അടിക്കാൻ വേണ്ടി മറ്റേ ഹരിദ്വാർ AC സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ ദൂരേന്ന്. ഇതിന് പുറകിൽ ലോക്കോ ഇല്ല, ഫ്രണ്ടിൽ 2 ലോക്കോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എന്ത് അമൃത ഭാരതാണിത്, അയ്യേ. ഒരു ഓവർടേക്കും കൂടെ ഉണ്ട്, ഗോരഖ്പൂർ മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ്. അതും വേണ്ടി ഇപ്പോൾ ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ എനിക്കൊന്ന് ഓട്ടോമാറ്റിക് സിഗ്നലിൽ ഞാൻ തോന്നുന്നു, കാരണം വണ്ടികൾ വേഗം വേഗം പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടി വെറും 6.25 മണിക്കൂർ ലേറ്റ് മാത്രമേ ഉള്ളൂ.
കഴിഞ്ഞിട്ടില്ല, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഫിറോസ്പൂർ കണ്ടോൺമെൻറ്റിന് നാന്ദേട് വരെ പോകുന്ന ഒരു വീക്കിലി സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അതും വരുന്നുണ്ട് പുറകിൽ. ഇപ്പം 4 എണ്ണമായി പോരെ. അപ്പോൾ ഒരു സെറ്റ് ഓട്ടേക്ക് കഴിഞ്ഞു. ഇപ്പോൾ 4 എണ്ണം എങ്ങാണ്ട് ഓട്ടേക്ക് അടിച്ചിട്ടുണ്ട് ഈ ഒറ്റ സ്റ്റേഷൻ വെച്ചിട്ട്. ഇനി ഒരു 2-3 സ്റ്റേഷൻ ബാക്കിലാണ് ഇനി അടുത്ത സെറ്റുള്ളത്. അതിൻ്റെ ആ സെറ്റിൻ്റെ കൂടെ ഒരു വന്ദേ ഭാരത് ഉണ്ട്, ഒരു അജ്നി പൂനെ വന്ദേ ഭാരത്, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റണ്ണിങ്. അതാണ് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റണ്ണിങ് VB. അതുകൊണ്ട് പിന്നെ നമ്മുടെ തൊട്ട് പുറയിൽ 2-3 സ്റ്റേഷൻ പുറയിൽ ഒരു ബള്ളിയ മുംബൈ LTT എക്സ്പ്രസ് ഉണ്ട്. നമ്മുടെ വണ്ടി കണ്ട് എടുത്തു കേട്ടോ. ഇവിടെ ഓട്ടോമാറ്റിക് സിറ്റിയിലെങ്കിൽ അതുകൊണ്ട് വേഗം എടുക്കും, അതുകൊണ്ട് വലിയ സീനില്ല. നമ്മുടെ വണ്ടി ഇപ്പോൾ 6 മണിക്കൂർ 33 മിനിറ്റാണ് ലേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, സെൻട്രൽ റെയിൽവേ ആണ് ഈ വണ്ടിക്ക് നല്ല പണി കൊടുക്കുന്നത്. ഈ കയറിപ്പോയതെല്ലാം സെൻട്രൽ റെയിൽവേയുടെ വണ്ടികളാണ്. ഇതിൻ്റെ ഷെഡ്യൂൾ പ്രകാരം നമ്മളിപ്പോൾ പനവേലൊക്കെ കഴിഞ്ഞ് കൊങ്കൺ ഭാഗത്തേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ 7 പോലും എത്തിയിട്ടില്ലെന്നാണ് വാസ്തവം. ഇനി നമ്മൾ മുംബൈ കടന്നു കിട്ടണം, പനവേൽ കടന്നു കിട്ടണം, കൊങ്കൺ റെയിൽവേ കയറിയിട്ട് ഇനി അവരുടെ കലാവിരുദ്ധകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആകെ കോമഡിയാണ്. ഞാൻ ഇത്ര മണിക്കൂർ ഡിലേ ആവുമെന്ന് പ്രീ പ്ലാൻ ചെയ്ത്, അതായത് ഡിലേ ആവുമെന്ന് കരുതിയിട്ട് തന്നെയാണ് പോയത്, അല്ലാണ്ട് കരുതാതല്ല പോയത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈ RAC പോലത്തെ ഒരു സ്കാമാണ് ഈ സ്പെഷ്യൽ ട്രെയിൻ. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത്, എൻ്റെ ഈ യാത്രയുടെ ചിലവ് ഏകദേശം 3900 രൂപയാണ്. ഇത്രയും പൈസയും കൊടുത്ത് നമ്മളിതിൽ പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റിയും കിട്ടുന്നില്ല. ഫുഡില്ല, ഫുഡ് പോട്ടെ കുഴപ്പമില്ല, പ്രയോറിറ്റി കിട്ടുന്നില്ല. മീൻസ് വണ്ടി അറിഞ്ഞുകൊണ്ട് ലേറ്റ് ആക്കുന്നു. ഇവർക്കറിയാം സ്പെഷ്യൽ ട്രെയിൻ ഇവർ ലോവർ പ്രയോറിറ്റി അവരെ കൊടുക്കുന്നതെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഓവർടേക്ക് അടിക്കാൻ വേണ്ടി തന്നെ ഇതിനെ ഉരുട്ടി എവിടെയെങ്കിലും കൊണ്ടിടും. ഞാനിപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വണ്ടി ഒരു ഗ്യാങ് ആയിട്ടാണല്ലോ വരുന്നത് ചിലതൊക്കെ. അപ്പം നേരത്തെ നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോ കണ്ടതും ഈ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത് ഇതേപോലെ ഒരു വണ്ടി ഒരു 3-4 വണ്ടി അടുപ്പിച്ച് വരുമ്പോൾ ഈ വണ്ടീനെ അവിടെ ഒതുക്കും. എന്നിട്ട് ഇതിനെല്ലാം കയറ്റി വിടുമ്പോൾ ഇതിനെ അങ്ങ് വിടും. ഇതിനെ വിട്ടാൽ പിന്നെ പൊക്കോളും. ഇതിന് ഒരു പാസഞ്ചർ ലോക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഈ വണ്ടി അങ്ങ് വിട്ടു പോകാനുള്ള കാര്യം പറയാമല്ലോ. ഈ ഗുഡ്സ് ലോക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഈ തെണ്ടിത്തരം എന്ന് പറയുന്നത്. ലോക്കോ ഇല്ലാത്തതൊക്കെ ഓക്കെ, പക്ഷേ ഈ പാസഞ്ചർ ലോക്ക് കിട്ടാതിരിക്കുന്നൊന്നുമില്ലല്ലോ. എവിടെ നിന്നൊക്കെ ഒരെണ്ണം ഒപ്പിക്കാൻ ഇവർക്ക് എന്താ ബുദ്ധിമുട്ട്, ഞാൻ അതാ മനസ്സിലാകാതെ. ഈ ഗുഡ്സ് ലോക്ക് കൊടുക്കുമ്പോൾ ഇത് 90 ഇട്ടും. അപ്പോൾ ഈ പുറയിലുള്ള ഈ വണ്ടികളെല്ലാം 110 അടിച്ചിങ്ങി വരും. അപ്പോൾ സ്പീഡ് ഡിഫറൻസ് വരത്തില്ലേ, പുറയിലുള്ളതെല്ലാം കയറി ഇങ്ങ് വരും. അപ്പോൾ ഈ പാസഞ്ചറിലൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ടൈമൊക്കെ കീപ്പപ്പ് ചെയ്തെങ്കിൽ പോകാൻ പറ്റും. അത് കൊടുക്കത്തില്ല, ജന്മത്ത് കൊടുക്കത്തില്ല. അതൊക്കെയാണ് ഈ പ്രശ്നം. സ്കാമാണ്, നമ്മളറിയാതെ തന്നെ നമ്മളെ പറ്റിക്കുകയാണ് റെയിൽവേ. ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നിടത്ത് ഒരു ചാർജിങ് പോയിൻ്റ് പോലും ഇല്ല, ഇതിൻ്റെ മുകളിലും ഇല്ല. അപ്പുറത്ത് ആ 4 പേരിരിക്കുന്ന അവിടെയാണ് ഒരു ചാർജിങ് പോയിൻ്റ് ഉള്ളത്. പോരെ, ഒറ്റ ഒരെണ്ണം മാത്രം. നമ്മളിപ്പോൾ മന്മട് ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോകുന്ന പോക്കുണ്ട്, ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകായിരിക്കും. എന്തായാലും നോക്കാം, അല്ലെങ്കിൽ ചവിട്ടും. നമ്മളങ്ങനെ മാൻമട് ജംഗ്ഷൻ എന്താണ്ട് സ്കിപ്പ് അടിക്കുവാണ്. ഇവിടെ നിന്ന് ആക്ച്വലി കുറച്ച് ലൈൻസ് തിരിയുന്നുണ്ട്. ഒരെണ്ണം ഔറംഗാബാദ് വഴി ജാലിലേക്കുള്ള ലൈൻ ഒരെണ്ണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദൗണ്ട് ജംഗ്ഷനിലേക്ക് ലൈനുണ്ട്, പൂനെയൊക്കെ പോകാൻ വേണ്ടി. മറ്റേ ജലം എക്സ്പ്രസ് ഒക്കെ ആ വഴിക്കാണ് പോകുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഇപ്പോൾ ഫൈനലി 7 മണിക്കൂർ ലേറ്റ് ആയിരിക്കുകയാണ്. ഇതിൻ്റെ പാസ് റണ്ണിങ്സ് എടുത്ത് നോക്കിയപ്പോൾ ഇതൊരു 7 മണി മുതൽ ഒരു 7:30 ടൈമിന്, അല്ലെങ്കിൽ ആ ഒരു ടൈമിന് നാസിക് എത്തും. നാസിക്കിൽ നിന്നൊരു 100-110 ആ റേഞ്ച് എങ്ങാണ്ട് കിലോമീറ്റർ ഉള്ളൂ പൻവേൽ. അപ്പം ഈ 7-7:30 എത്തുന്ന വണ്ടി പൻവേലെത്തുന്നത് രാത്രി 1-1:30 പോരെ. അതുപോലെ തേച്ചൊട്ടിച്ച് വിടും ഇതിനെ. ഈ കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ച എല്ലാം ഇതേപോലെ തന്നെ. അപ്പോൾ ഈ ആഴ്ചയും ഇതുപോലെ തന്നെ ആയിരിക്കണം. ട്രെൻഡ് അനുസരിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം എല്ലായിടത്തും എത്തുന്ന സമയം ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അവർക്കൊരു ടൈം സ്ലോട്ട് ഉണ്ടാവും, അതിൽ വിടണം എന്നായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല തേപ്പ് കിട്ടും രാത്രിയിൽ, ഉറപ്പാണ്. സമയം ഇപ്പോൾ 6:45 കേട്ടോ. കണ്ടാൽ പറയോ,
വൈകിട്ട് നമ്മുടെ അവിടെ ഒരു 5 മണി ആയ പോലെ ഉണ്ടല്ലേ. നമ്മൾ നാസിക്ക് എത്താറായിട്ടുണ്ട്. നാസിക്ക് നമ്മൾ ഒരു 7.25 മണിക്കൂർ ഇപ്പോൾ വണ്ടി ലേറ്റാണ് കേട്ടോ. 7.25 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് നാസിക്ക് കയറുന്നത്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ 7.25 മണിക്കൂർ ലേറ്റ് ആയിട്ട് കണ്ട് നമ്മൾ നാസിക് റോഡിലേക്ക് കണ്ട് കയറുക കേട്ടോ. നാസിക് റോഡ്. ഈ നാസിക് എന്ന സ്ഥലം ഇവിടെ നിന്ന് ശകലം മാറിയാണ്. അപ്പോൾ ഇത് റോഡ് സ്റ്റേഷനാണ് കേട്ടോ. പ്ലാറ്റ്ഫോം 3 ആണെന്ന് തോന്നിയത്. ഇവിടാണ് നമ്മൾ കയറുന്നത്. കണ്ടോ ഗൈസ്, ആൽക്കോ പോകുന്നുണ്ട്. ആൽക്കോ അമ്മേ, ഇത് കൊള്ളാല്ല. പൊളി. അതെന്തോ ഷണ്ടിങ് ചെയ്യോ കേട്ടോ. കൊള്ളാല്ലേ. ഇതിൻ്റെ സ്റ്റോപ്പ് പനവേലാണ്. പനവേൽ എത്താൻ വേണ്ടി വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ ഇതൊരു 5-6 മണിക്കൂറാണ് എടുക്കുന്നത്. കഴിഞ്ഞ പ്രീവിയസ് റണ്ണെല്ലാം നമുക്ക് എപ്പോൾ എത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 7 മണിയായ സമയം. അപ്പോൾ ഇത് 12 ചിലപ്പോൾ 1-1:30 ഇവർ പനവേൽ എത്തിക്കുന്ന വണ്ടി. നമ്മൾ മെയിൻ ലൈനിൽ നിർത്തിയിടണം. നമുക്ക് വേറെ വലിയ തേപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ കണ്ട് വേഗം എടുത്ത്. നമ്മുടെ വണ്ടി ഇപ്പോൾ വലിയ തേപ്പൊന്നും കിട്ടാതെ നമ്മളിപ്പോൾ വണ്ടി ഇഗത്പുരി എത്തി. ഇഗത്പുരി 7 മണിക്കൂർ 6 മിനിറ്റ് ഇപ്പോൾ വണ്ടി ഡിലേ ആണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നതോടെ ക്രൂ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ബുസാനിൽ കയറിയ ക്രൂ എന്തായാലും ഇനി മുംബൈ വരെ പോകത്തില്ല. അപ്പോൾ മിക്കവാറും ഇവിടെ ക്രൂ ചേഞ്ച് കാണും. അതല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഗാർഡ് സെക്ഷൻ ഉണ്ട്. കസാര ഗാർഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് പുഷ്പ രാജാനിക്ക് പോയപ്പോൾ ഞങ്ങളെ കാണിച്ചായിരുന്നു. നമ്മുടെ ആ ബോർഗാറ്റ്സിൽ അതേപോലെ തന്നെ ഒരു ഗാർഡ് സെക്ഷൻ ഉണ്ട്. ഈ കസാര ഗാർഡ്സ് ഈ നാസിക് മുംബൈ റൂട്ടിലുള്ളതാണ്. നമുക്ക് രാത്രിയിലായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പകലാണെങ്കിൽ ഈ മുംബൈ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ ഇവർ പുറയിൽ ബാങ്കർ ലോക്കൊക്കെ വെച്ചിട്ടാണ് ഈ ഗാർഡ്സ് കയറുന്നത് കേട്ടോ. അപ്പം മിക്കവാറും ഇവിടെ ക്രൂ ചെയ്യുന്നുണ്ടാവും. അതാണ് വണ്ടി നിർത്തിയത്. കാമിയാനി എക്സ്പ്രസ് തന്നെ മുംബൈക്ക് പോകുന്നൊരു വണ്ടി തൊട്ട് പുറകിൽ അവിടെ വന്ന് കിടപ്പുണ്ട്. അത് മിക്കവാറും കയറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആ വണ്ടി കയറിയില്ല കേട്ടോ. ആ വണ്ടി കയറുന്നതിന് മുമ്പ് നമുക്ക് സിഗ്നൽ കൊടുത്ത് വിട്ട്. ഇപ്പം എന്തോ പറ്റിയതാ, വേഗം പോകുന്നുണ്ട്. നമ്മൾ ആ മുംബൈ പൂനെ റൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ഈ മല കയറി ചെല്ലുമ്പോൾ മുകളിലുള്ള സ്ഥലമാണ് ലോനാവള. അതേപോലെയാണ് ഇവിടെ ഈ ഇഗത്പുരി എന്ന് പറയുന്നത്. നമ്മളിനി മല ഇറങ്ങും കേട്ടോ. കാരണം ഈ ഭാഗമൊക്കെ ഒരു പ്ലേറ്റും അല്ലായിരുന്നു. അപ്പോൾ പ്ലേറ്റും ഒക്കെ നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ സീ ലെവലിലെത്തും മുംബൈയിൽ. കറണ്ട് വന്നു. ഇപ്പോഴാണ് തോന്നുന്നു കറണ്ട് ഓണാക്കിയത്. ഇത്രയും നേരം കറണ്ട് ഇല്ലായിരുന്നു. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ക്രൂ ചേഞ്ച് ഉണ്ടാവുമെന്ന്. വണ്ടി എടുത്ത് ബ്രേക്ക് പിടിച്ച്. ഇപ്പോൾ ഇവിടെ നിന്ന് കയറിയ മിക്കവാറും ഒന്നെങ്കിൽ പനവേൽ അല്ലെങ്കിൽ രോഹ അവിടെ ഇടയിൽ ഇറങ്ങുമായിരിക്കും. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 1219 സമയം ഇപ്പോൾ രാത്രി 10 മണിയായി. നമ്മൾ ഇതുവരെയായിട്ടും കല്യാണം പോലും എത്തിയിട്ടില്ല. നമ്മുടെ വണ്ടി ഇപ്പം വെറും 8 മണിക്കൂർ ലേറ്റ് മാത്രമേ ഉള്ളൂ. പയ്യെ ഇടയ്ക്കിടയ്ക്ക് ഉരുട്ടലാണ്. പുറത്തൊന്നും കാണത്തില്ല. ഉണ്ടോണ്ട് കാണിക്കത്ത് എങ്ങനെ നിർത്തുന്നുമില്ല. ഇങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കിടക്കട്ടെ. ഞാൻ പറഞ്ഞ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയില്ലായിരുന്നല്ലോ. 2:30 ആയപ്പോഴാണ് കിടന്നത്. എങ്ങാണ്ട് 2-3 മണിക്കൂർ ഉറങ്ങി. ബോഡി തീരെ പറ്റുന്നില്ല. ഞാൻ കുറച്ചിട്ട് ഉറങ്ങട്ടെ. രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മൾ കണ്ട് സംഗമേശ്വർ റോഡിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് അതുകൊണ്ട് കൊങ്കൺ കന്യാ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് സക്സസ്ഫുള്ളി ഓവർടേക്ക് അടിക്കുകയാണ് ഗൈസ്. അമ്മേ, ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ഡിലേ വെറും 10 മണിക്കൂർ മാത്രമേ ഉള്ളൂ. വെറും 10 മണിക്കൂർ. ഇതിനകത്ത് നല്ല തിരക്കാട്ടോ ഈ വണ്ടിക്കകത്ത്. കൊങ്കൺ കന്യ കയറി നമ്മുടെ വണ്ടിയിൽ കയറി ഓവർടേക്ക് അടിക്കുകയാണ്. ഇതിനിവിടെ സ്റ്റോപ്പ് ഉണ്ടേ. നമ്മളങ്ങനെ സംഗമേശ്വർ റോഡെത്തി. അപ്പൊ 6 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ സമയം. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ എക്സാക്റ്റ് ഡിലേ എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ ആദ്യമാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ 5 മണിക്കൂറായിരുന്നില്ല, അത് 10 മണിക്കൂറാണെന്ന് പറഞ്ഞില്ലായിരുന്നു. കറക്റ്റ് അതുപോലെ സംഭവിച്ചില്ല. എനിക്കറിയാം കൊങ്കൺ റെയിൽവേയിൽ ഞാൻ ഇപ്പോൾ റണ്ണിങ് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോൾ കൊങ്കൺ റെയിൽവേ കയറാനായിട്ട് ഏകദേശം ഒരു 9 മണിക്കൂർ അടുപ്പിച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ അത് 10 മണിക്കൂറായി. ഈ കൊങ്കൺ കന്യ ഇത്രയും നേരം നമ്മുടെ തൊട്ട് പുറകിലായിരുന്നു. അതിപ്പോഴാണ് കയറിയത്. ഓക്ക എറണാകുളം എക്സ്പ്രസ് നമ്മുടെ തൊട്ട് മുന്നിലുണ്ട്. അപ്പോൾ ഓക്ക എറണാകുളത്തിൻ്റെയും കൊങ്കൺ കന്യയുടെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതെന്ത് മറിമായ എന്താ നമ്മളെടുക്കുന്നത്? ഇതെന്തു ഇത്? ഇവർക്ക് വട്ടായോ?
നമ്മൾ എടുക്കുന്നു. ഞാൻ വെച്ച് ഇത് ഓവർടേക്ക് ആയിരിക്കുന്നു. കാരണം ഇത് ഇവരുടെ ഒരു ഹൈ പ്രയോറിറ്റി വണ്ടിയാണ് ഈ കൊങ്കങ്കന്യ എന്ന് പറയുന്നത്. ഇത് വന്ന് കയറി ഒരു 5 മിനിറ്റ് ഇട്ടതുകൊണ്ട് ഇപ്പം നമ്മളെടുത്ത്. ദൈവമേ, ഇവർക്കെന്ത് വട്ടായോ നമ്മളങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ ഓവർടേക്കൊന്നും അടിച്ചില്ല. ഇത് ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആയിട്ട് ഈ കൊങ്കങ്കന്യ. എന്നാൽ ഇതെന്തായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ആട്ടെ, നമ്മളാദ്യം പോവല്ലോ. ഇത് കൊള്ളാക്കട്ടെ പരിപാടി. ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് കൊങ്കങ്കന്യ നിർത്തിയിട്ടിട്ട് നമ്മളെടുത്തേക്കുന്നത്. അതാണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ എന്താ ചെയ്യുന്നതെന്ന് കൊങ്കൺ റെയിൽവേക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അതാണ് ഒരു മെയിൻ സംഭവം. എല്ലാ വണ്ടിയും ഒരുപോലെ കാണും. വന്ദേ ഭാരതെന്നോ രാജധാനിയെന്നോ ഒന്നുമില്ല. എല്ലാം കൊങ്കൺ റെയിൽവേയുടെ മുന്നിൽ ഒന്നാണ്, സ്പെഷ്യൽ ഒന്നാണ്. അതാണിപ്പോൾ കണ്ടത്. സംഗമേശ്വർ റോഡ് വിട്ട് തന്നെ പിന്നെ ഒരു ടണലുണ്ട്. ഈ ഉക്ഷി സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കൊങ്കൺ റെയിൽവേയിലെ ലോങ്ങസ്റ്റ് ടണൽ വരുന്നത്. അയ്യോ, അത് ഭയങ്കര കേട്ടോ. എത്ര നേരം എടുക്കുന്നറിയാം അതൊന്ന് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഉക്ഷി സ്റ്റേഷനിൽ വേണ്ട ഒരു മറ്റേ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG കൊണ്ടുവന്നൊരു ഗുഡ്സ് കിടക്കുന്നുണ്ടോ. നമ്മൾ ഉക്ഷി സ്റ്റേഷൻ സ്കിപ്പ് അടിക്കുവാണേ. ഭാഗ്യത്തിന് അത് പിടിച്ചു, അല്ലെ നമ്മളെ പിടിക്കും. ഗുഡ്സൊക്കെ അല്ലേ. നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഒരു കൃഷ്ണരാജപുരത്തിൻ്റെ WG9 ഗുഡ്സ് ലോക്കോ ആണേ. അത് ഏറ്റവും മുന്നിലായതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. നല്ല ദൂരമുണ്ട് ഇവിടെ. ഓക്കാർണാകുളം അവിടെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളിവിടെ ഹോം സിഗ്നലിൽ തൂക്കി കേട്ടോ, രത്നഗിരിയുടെ. നമ്മൾ 10 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇവിടെ രത്നഗിരി കയറുന്നത് കേട്ടോ. 10 മണിക്കൂർ വരെ. രാത്രി 8:30 റേഞ്ചിന് വരേണ്ട വണ്ടിയാണ്. നമ്മൾ എത്തുന്നത് രാവിലെ 6:30 പോരെ. എൻ്റെ ദേഹം ഒരു രാത്രി ഫുള്ള്. ഇവിടെ ക്രൂ ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന ക്രൂ ആണ് ഇനി മടുക വരെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വടാപ്പാവ് മേടിക്കേണ്ടി വന്നു. 2 വടാപ്പാവ് മേടിച്ചു കേട്ടോ. ഈ സ്റ്റേഷനിലെ ചായ കിട്ടു ടേസ്റ്റ് കേട്ടോ. രത്നഗിരിയിലെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ സമ്പർക്രാന്തി വരുന്നുണ്ട് ക്രോസിങ്ങിന് വേണ്ടി. അപ്പോൾ അത് വന്നിട്ടേ നമ്മൾ പോകത്തുള്ളൂ. കാണാൻ പറ്റത്തില്ല, ഇവിടെ മൊത്തം ഗുഡ്സാണ്. എനിക്ക് പേഴ്സണലി ഈ വടാപ്പാവുന്ന സാധനം വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നമുക്ക് നിവർത്തിയില്ലേ, പിന്നെ കഴിക്കാനല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. കാരണം ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല ഈ ഭാഗത്ത്. സൊമാറ്റോ ഇല്ല, സ്വിഗ്ഗി ഇല്ല. ഇനി മടുകാവിലുള്ളൂ. മടുകാവൊക്കെ എത്തുമ്പോൾ ഉച്ചയാകും മിക്കവാറും. ഉച്ച കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്
എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം മേടിച്ചത്. 10 മണിക്കൂർ 34 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ സ്പെഷ്യൽ കണ്ട് രത്നഗിരിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇനി കൻകവാലി എന്നൊരു സ്റ്റേഷനിലാണ്. പക്ഷേ അതിന് മുന്നേ അവിടെ ഇടയ്ക്ക് നിർത്തും, ക്രോസിങ്ങിന് വേണ്ടി പലയിടത്തും നിർത്തും. കാരണം ഇഷ്ടം പോലെ ഗുഡ്സ് ഉണ്ട് നമ്മുടെ കൊങ്കൺ റെയിൽവേയിൽ. ഇപ്പോൾ ഇഷ്ടം പോലെ ഗുഡ്സ് ഇവർ ഓടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ വണ്ടികൾ ലേറ്റ് ആവുന്നത്. ഇഷ്ടം പോലെ ഇവർ ഈ ഗുഡ്സ് ഓടിക്കുന്നുണ്ട്. ക്രൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ബ്രേക്കൊക്കെ പിടിച്ച്. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്നവരും മടുകാവ് വരെ ഓടിക്കും. മൺസൂണൊക്കെ ശരിക്കും തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ. അപ്പം മഹാരാഷ്ട്രയിലൊക്കെ മഴയൊക്കെ പെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് പച്ചപ്പൊക്കെ ശകലമായതേ ഉള്ളൂ, ഇനിയും ആവാനുണ്ട്. കൊങ്കൺ ശരിക്കും ആ ഒരു പൂർണ്ണ ഭംഗിയിലൊന്നും എത്തിയിട്ടൊന്നുമില്ല. അതുപോലെ മൺസൂൺ ടൈം ടേബിളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ ആ ഒരു പച്ചപ്പ് ശരിക്കും അങ്ങോട്ട് വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അടാവലി എന്നൊരു സ്റ്റേഷനിലേക്ക് ഒന്ന് കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, പക്ഷെ നമ്മളങ്ങനെ പിടിച്ചെടുത്തില്ല. ക്രോസിങ്ങിന് വരേണ്ട വണ്ടി അവിടെ വന്ന് കയറുന്നുണ്ട്. നമ്മുടെ ഡൽഹിക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റാണത്. അതുകൊണ്ട് അങ്ങോട്ട് വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഹോം സിഗ്നൽ ആയപ്പോഴേക്കും ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഒന്നെങ്കിൽ നമ്മൾ ലൂപ്പ് ട്രാക്ക് കയറും, അല്ലെങ്കിൽ അത് ലൂപ്പ് ട്രാക്ക് കയറും. നമ്മളിവിടെ ഹോം സിഗ്നൽ കണ്ട് പിടിക്കുവാണ്. അപ്പോൾ മിക്കവാറും മംഗള അവിടെ ലൂപ്പ് ട്രാക്കിലും എല്ലാം കയറിയിട്ട് നമുക്ക് ത്രൂ കൊടുക്കും. ട്രെയിൻ അവിടെ അടുത്തെത്തിയപ്പോഴേക്കും സിഗ്നൽ പച്ചയായി. അപ്പോൾ നമ്മൾ ത്രൂ പോവും, മംഗള അവിടെ ലൂപ്പിൽ കിടക്കും. നമ്മുടെ വണ്ടിയുടെ ലേറ്റ് ഇപ്പോൾ 10 മണിക്കൂർ 41 മിനിറ്റാണ്. അത് ഒരു 15 മണിക്കൂറൊക്കെ ആവാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വെരാവളി എന്ന സ്റ്റേഷനിൽ ഒതുക്കാൻ പോകാൻ തോന്നുന്നു. കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളിവിടെ പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, നോക്കട്ടെ. അല്ലെങ്കിൽ നേരത്തെ കിടന്ന പോലെ മംഗളമായിട്ട് നമ്മൾ ക്രോസിങ് നടത്തും. അമ്മേ, ഇവിടെ എന്ത് നടക്കട്ടെ, നമുക്ക് കണ്ട് പച്ച സിഗ്നൽ കിടക്കുകയാണ്. കോയമ്പത്തൂർ ഹിസാർ ഇതിനപ്പുറത്തെ സ്റ്റേഷനിൽ പിടിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ മംഗളമായിട്ട് ക്രോസിങ് നടത്തിയ പോലെ മറ്റേ ഹിസാറുമായിട്ട് നമ്മൾ ക്രോസിങ് നടത്തും. കൊള്ളാലോ ഇത്. ഞാൻ എണീറ്റ് പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞ എങ്ങും ക്രോസിങ്ങിന് പിടിച്ചിട്ടില്ല. ഇത് എന്തോ വലുത് വരെ ഇരിക്കുന്നുണ്ട്, എന്തായാലും ഉറപ്പാണ്. 2 വലിയ വണ്ടികളാണ് ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പിടിച്ചിട്ടേക്കുന്നത്. മംഗള പോയി നമ്മൾ ക്രോസ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ കോയമ്പത്തൂർ ഹിസാർ AC അവിടെ കിടപ്പുണ്ട്. ഈ കൊങ്കൺ റെയിൽവേയിലെ കൺട്രോളിംഗ് ഒന്നും നമുക്കൊന്നും മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. 2 സൂപ്പർ ഫാസ്റ്റ് വണ്ടികളാണ് നമ്മൾ പോകാൻ വേണ്ടി പിടിച്ചിട്ടത്.
അത് ഈ കോയമ്പത്തൂരീസാണ് ഓൺ ടൈം ആയിരുന്നു. എന്നിട്ടാണ് ഈ 10 മണിക്കൂർ ലേറ്റായിട്ട് വരുന്ന ഈ വണ്ടിനെ കയറ്റി വിടാൻ വേണ്ടി പിടിച്ചിട്ടത്. എല്ലാം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ കൊങ്കണിലെ കാര്യങ്ങളൊക്കെ. മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട്. മഴയൊക്കെ പേരെ സെറ്റായിരിക്കും, ഒന്നും പറയാനില്ല, അടിപൊളിയായിരിക്കും. പിന്നെ മഴയൊക്കെ പെയ്യുന്നു കേട്ടോ, പെയ്യാറായിട്ടുണ്ട്, മൺസൂണൊക്കെ വന്നല്ലോ ഇവിടെ. പക്ഷേ മഴയൊന്നും പെയ്തായിട്ട് തോന്നുന്നില്ല. രാവിലത്തെ ആ ഒരു തണുപ്പിൻ്റെയാണ് ഈ കാണുന്നത്. ഇനി അടുത്തത് നേത്രാവതിയാണ്. നേത്രാവതി കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിനി നമ്മളെ പിടിക്കുമോ നേത്രാവതിയെ പിടിക്കുമോ നമുക്ക് നോക്കാം. ഇനി നമ്മളിപ്പോൾ അച്ചിർണേൻ എന്നൊരു സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. അവിടെ നേത്രാവതി മിക്കവാറും പിടിക്കും. ഞാൻ നോക്കിയപ്പോൾ നേത്രാവതിയോട് എത്താറായിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റേഷനും എത്താറായിട്ടുണ്ട്. നമ്മൾ ഇപ്പം വൈഭവവാടി റോഡ് എന്നുള്ള സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നേത്രാവതിയോട് പിടിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ ഹിസാർ എക്സ്പ്രസ്സുമായിട്ട് നേരത്തെ ക്രോസിംഗ് നടത്തിയ പോലെ ക്രോസിംഗ് നടത്തും. നോക്കാം അങ്ങനെയാണോ എന്ന്. 3 വണ്ടികളാണ് ഇപ്പം സ്പെഷ്യൽ പോകാൻ വേണ്ടി പിടിച്ചിട്ടതാണ്. ഇപ്പം 3ാമത്തെ വണ്ടിയാണ് നേത്രാവതി പിടിച്ചിട്ടേക്കുവാണ്. നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകും. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതെൻ്റെ കൊങ്കൺ റെയിൽവേ അല്ല, ഇങ്ങനെയല്ല കൊങ്കൺ. 3 പ്രധാനപ്പെട്ട ട്രെയിനുകൾ, കൊങ്കണിൽ കൂടെ ഓടുന്ന ട്രെയിനുകളെ ഇവിടെ പിടിച്ചിട്ടിട്ട് സ്പെഷ്യലിലേക്ക് കയറ്റി വിട്ടേക്കുന്നത്. എൻ്റെ ദേവേ, അത് ഒരു കാര്യം ശ്രദ്ധിക്കണം, 3 വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇത് നല്ല ഡിലേ അല്ല, ഇതിപ്പോൾ 10.5 മണിക്കൂർ എന്തോ ഡിലേ ആയിട്ടുണ്ട്. ഇപ്പം എന്താ എനിക്കറിയില്ല എന്തോ പറ്റിയെന്ന്. സാധാരണ സ്പെഷ്യലിനാണ് എല്ലായിടത്തും പിടിക്കുന്നത്, ഇത് നേരെ തിരിച്ച്. 10.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് നമ്മൾ എത്തുവാണ്. കൻകവാലി, രത്നഗിരി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പാണിത്. രത്നഗിരി ഇവിടം വരെ ഒരു തേപ്പുമില്ലാണ് നമ്മൾ എത്തിയത് കേട്ടോ. എങ്ങും പിടിച്ചിട്ടില്ല. നല്ല റണ്ണായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് അങ്ങനെ പോട്ടെ, പോകുന്ന എനിക്ക് തോന്നുന്നില്ല, എന്തായാലും നോക്കാം. ക്രോസിങ്ങിന് പിടിച്ചില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. ക്രോസിങ്ങിന് പിടിച്ചു. ഇത് സിന്ധുദുർഗ് സ്റ്റേഷനാണ്. സിന്ധുദുർഗ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് സിന്ധുദുർഗ് എക്സ്പ്രസ്സിനാണ് കേട്ടോ. സാവന്ത്വാടി റോഡിൽ നിന്നും ദിവ വരെ പോകുന്ന സിന്ധുദുർഗ് എക്സ്പ്രസ്. അത് കൊള്ളാമല്ലേ? സിന്ധുദുർഗ് എക്സ്പ്രസ്സിനെ ഇവിടെ സിന്ധുദുർഗ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ മീറ്റ് ചെയ്യും. ഭുസാവലിൻ്റെ ഒരു WP4 ആയിട്ട് വേണ്ടി വരുന്നു സിന്ധുദുർഗ് എക്സ്പ്രസ് സിന്ധുദുർഗ് സ്റ്റേഷനിലേക്ക്. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി രാവിലെ മടുകാവെന്ന് സാവന്ത്വാടിയിലേക്ക് വരും പാസഞ്ചറായിട്ട്. എന്നിട്ട് ഈ സെയിം ബ്രേക്ക് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സാവന്ത്വാടി ദിവ എക്സ്പ്രസ് ആയിട്ട് വരും. അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത് കേട്ടോ. ഇതിന് AC എക്കണോമി ഒക്കെ ഉണ്ട്. ഇത് കണ്ടാ, രണ്ടല്ല 3 എക്കണോമി കോച്ച് ഉണ്ട് ഇതിന് പുറകിൽ.
ജബൽപൂർ കോയമ്പത്തൂരിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ, കുഡാൽ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ എത്തുന്നതും 10 മണിക്കൂർ 40 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. ഞാനപ്പോൾ ഫസ്റ്റ് ടേസ്റ്റിയുടെ ബാത്റൂമിൽ പോയി കുളിച്ചിട്ട് വരാം. എന്തായാലും ബാത്റൂം ഉണ്ടല്ലോ, പോയി കുളിച്ചിട്ട് വരാം. 10 മണിക്കൂർ 56 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ കോസ്റ്റ്യൂമൊക്കെ മാറി കുളിച്ച് സെറ്റായി. നിയറിങ് 12 മണിക്കൂർ. നമ്മുടെ ടാർഗറ്റ് 15 മണിക്കൂറാണ്. 12 മണിക്കൂറൊക്കെ ഡിലേ ആകും മിക്കവാറും, ഉറപ്പാണ്. നമ്മളിനി അടുത്ത സ്റ്റോപ്പ് തിവിം ആണ്. തിവിം ആകുമ്പോൾ ഞാൻ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ എൻഡ് ചെയ്യുവേ. നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂർ അങ്ങനെ ഗോവ സംസ്ഥാനത്ത് കയറിയതാണ്ട് തിവിം സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ രാവിലെ എങ്ങാണ്ട് ചെറുതായിട്ട് മഴ പെയ്തു എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മണ്ടോവി എക്സ്പ്രസിൻ്റെ ഒരു ക്രോസിങ് കിട്ടും, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ തിവിം സ്റ്റേഷനിലേക്ക് കണ്ട് കയറാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് തിവിം നിന്നും നമ്മൾ കോയമ്പത്തൂർ വരെ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ വീട് വരെ ഉള്ളതാണ്. അവിടെ നിന്ന് വീട് വരെ ഉള്ളതൊന്നും ഷൂട്ട് ചെയ്യത്തില്ല, വണ്ടി കയറി ഉറങ്ങും. ഏത് കിട്ടുന്ന വണ്ടിയാണോ അതിൽ കയറി കിടന്ന് ഉറങ്ങും. നമുക്ക് നമ്മുടെ മദ്രാസ് മെയിൽ പിടിക്കണം എന്നാണ് നോക്കുന്നത്. 2:30 എത്തുമായിരിക്കും, നോക്കാം. 2:30 മദ്രാസ് മെയിൽ ഉള്ളത്. ട്രിവാൻഡ്രം മെയിൽ പിടിക്കണം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് കിട്ടിയാൽ എന്തായാലും നേരത്തെ വീട്ടിലെത്താം. ഈ 2:30 എത്തുമായിരിക്കും. ഇപ്പോഴത്തെ പോക്കണ്ട ഒരു 2:30 ആകുമ്പോൾ എത്തുമായിരിക്കും. അപ്പോൾ ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ഫെയർ സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യലിലെ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ എൻ്റെ ആണ്. അപ്പോൾ ലാസ്റ്റ് പാർട്ട് അടുത്ത ദിവസം കാണാം. ബൈ.